ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ പുതിയ വ്ലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ചിന്തിക്കേണ്ടാവും എന്തിനാ പെറ്റ് ഷോപ്പിൽ വന്ന് നിൽക്കണേന്ന്. എൻ്റെ വീട്ടിലൊരു പൂച്ച ഉണ്ട്, പേര് സുന്ദരി എന്നാണ്. മീൻസ് അനിയത്തിയും ഇവരൊക്കെ ഇക്കൊക്കെ ഇട്ട പേരാണ്. സുന്ദരി കുറേ നാളായിട്ട് പ്രഗ്നൻ്റ് ആയിട്ട് നടക്കുകയായിരുന്നു. അപ്പോൾ സുന്ദരിക്ക് ഒരു 3 സുന്ദരിയുടെ പോലത്തെ ചെറിയ കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ സുന്ദരിനെ കാണാൻ വേണ്ടി നമ്മളിതാ പൂച്ചയ്ക്ക് വാങ്ങാനുള്ള സിപ്പൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. പ്രസവത്തിന് കാണാൻ പോവാണ് സുന്ദരിയുടെ. ബാക്കി അവിടെ നിന്ന് കാണാം. സുന്ദരിയുടെ കുട്ടിനെ കാണാൻ വേണ്ടി പോവാണ്. പിന്നെ നമ്മുടെ അമ്പാനും രാഹുലും ആദ്യമായിട്ടാണ് എൻ്റെ പെരേക്ക് വരുന്നത്, അല്ലേ അമ്പാനെ? രാഹുൽ ഒരു വട്ടം വന്നിട്ടുള്ളൂ, പക്ഷെ ഉള്ളിൽ കയറിയിട്ടില്ല. നമ്മൾ ഉള്ളിൽ കയറിയിട്ട് സുന്ദരിയുടെ കുട്ടിനെ കാണും. അപ്പം ഇന്ന് സുന്ദരിയുടെ 3 കുട്ടികളെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാണ്. ഗൈസ് വത്തക്ക വാങ്ങാൻ വന്നിക്കാണ് ഗൈസ്. പെരേക്ക് പോകുമ്പോൾ ഇനി അവിടെ ഒന്നും തിന്നാല്ലെങ്കിലെന്ന് വിചാരിച്ചിട്ട് കണ്ട കടയിൽ കയറിയിട്ട് കടയ്ക്ക് അടച്ചിക്കണം. കണ്ടില്ലേ, ഫുൾ അടച്ച് കൂട്ടി വെച്ചിക്കണം. ചേട്ടാ ഈ ചെറുപഴം നമ്മൾ തുറപ്പിച്ചോളി അമ്മാനെ. ഗൈസ് എണ്ണ കഴിഞ്ഞു ഗൈസ്. വലിയടിക്ക് പത്തക്കൊക്കെ വാങ്ങിക്കാണ്ട് പോയതാണ്, ബൈക്ക് വെച്ചിങ്ങാണ്ട് എണ്ണ കഴിഞ്ഞു. ഞങ്ങൾ വിചാരിച്ചത് സ്ക്രാമത്തെ എണ്ണ കഴിഞ്ഞു എന്നാണ്. യൂണിക്കോണത്തെ കഴിഞ്ഞിക്ക അമ്പാന്റെ ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. യൂണിക്കോണത്തെ കഴിഞ്ഞത്. എണ്ണ വാങ്ങിയിട്ട് ബാക്കി എടുക്കുക ഗൈസ്. എണ്ണ വാങ്ങിയിട്ട് വരാം. വാവ് കമോൺ, പൂവല്ലേ. എണ്ണ വാങ്ങിയിട്ട് വരാം, വെയിറ്റ് ചെയ്യട്ടോ. ബൈ ഗൈസ്. കിട്ടി എണ്ണ കിട്ടി. തക്ക സമയത്ത് അവിടെ ഒരു ചെങ്ങായി എന്താ ഓയിൽ മാറ്റിയിരുന്നു, അതുകൊണ്ട് കിട്ടി. അമ്പാനി ഹാർട്ടി വെൽക്കം. ഇതുകൊണ്ട് എത്തും നോക്കട്ടെ. മത്തനൊക്കെ മാറ്റി. ധന്യവാദം. താങ്ക് യു. ഇത്രയും ഗതികെട്ട് ഇതടച്ചിട്ടില്ല. ഇതിന്റെ പുറത്തു കൂടെ വരും. പോയി 20 എണ്ണ പോയി. ഞാൻ കൈമ്പിന്റെ എണ്ണ ഒന്ന് നോക്കണ്ട, മൊത്തത്തിനുള്ളിൽ പോയി. മൂത്രം പാത്രമാർക്കുണ്ട്. അതെ 2 ദിവസത്തിനായി. സ്ക്രാമത്ത് എണ്ണ കഴിയുമെന്ന് വിചാരിച്ചിട്ട് യൂണിക്കോൺ തന്നെ കഴിഞ്ഞു. മരിച്ചില്ലേ, അത് അതിൽ വെച്ചോ, ആവശ്യം വരും. ക്യാനില്ല സംഭവം. സത്യം. പോവാ ഗൈസ്. വീട്ടിലെത്തി ഗൈസ്. മമ്മി ഉറങ്ങിയിട്ടുണ്ടാവും അറിയില്ല. ബാബ് മാ എത്തി. സ്ക്രാം അങ്ങനെ വീട്ടിലെത്തി ഗൈസ്. എണ്ണ കഴിയാതെ ഗൈസ് അങ്ങനെ വീട്ടിലേക്ക് എത്തിക്കണം. രാവിലെ പൂച്ചനെ കാണാൻ പോണ്ടേ? പൂച്ചനെ കാണാൻ പോയിട്ട് സിപ്പപ്പ് കൊടുക്കാം. ഇതാണ് എൻ്റെ സുന്ദരി. ഇതിപ്പോ ആരാ വന്നിക്കണേന്നൊക്കെ വിചാരിക്കണേ. സുന്ദരിയുടെ കുട്ടികളെ കാണിച്ചു തരാം. എന്നാലും സുന്ദരിയുടെ കുട്ടികൾ 3 ആൾക്കാർ. കുട്ടികളെ അടുത്തേക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വരാം, പേടിച്ചിരിക്കുകയാണ്. കം ഗൈസ്, ഇതാണ് അപ്പം എൻ്റെ വീട്. ഇവിടുന്നോ എന്ത് ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഓള് കേടിയിരുത്തിയതാണ്. കുറേ മണ്ണും ഇതൊക്കെ ഉണ്ടായിരുന്നു. കോട്ടിയാടൊക്കെ ഓള് ചെയ്യണം. കം സിറ്റ്സ്. സ്വിച്ച് ചെയ്താ
ഉമ്മ അതിൻ്റെ സ്വിച്ച് ഏതാ? സോറി കേട്ടോ, ഞാൻ ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കണോണ്ട്. ആ ഇതാണ് ഇതിൻ്റെ സ്വിച്ച്. സംഭാരം ക്ലീശ ഡയലോഗുകൾ മാത്രം സ്വീകരിക്കുന്നതല്ല. കുട്ടിക്ക് എത്ര വയസ്സുണ്ട്? എന്താ കുട്ടിയുടെ പേര്? കഴിക്കൂ. അതെ ഇപ്പൊ തന്നെ പോയിന്ന് കയ്യിന്ന്. ഷുഗർ കമ്മി ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഇതാ ഇത് നിൽക്കണം ഗൈസ്. മധുരം കമ്മി ഉണ്ടോ? മധുരം ഉണ്ടോ? ഓൻ്റെ ഫോണ് കുറച്ച് നേരം കുത്തിവെച്ചോ. ഷെയറിൻ്റെ ഉണ്ടോ? സോറി. ആര്? ഇന്നലെ നടന്ന സംഭവം അതാണ് ടോപ്പിക്. ടോപ്പിക്കൊന്നും പറയാനില്ല. ഇന്നലെ ഈ നായി ഇറക്കാണ് പോവാൻ നേരത്തെ ഇറക്കാണ്. ഓൻ ഒരു ദിവസം ഒരു കാട്ടിൽ നിന്നുള്ള തല പുറത്തേക്കിടണ കണ്ടുവന്ന്. കാട്ടിന്ന് റോഡ് സൈഡിൽ പോവാണ്. അപ്പോൾ ഒന്ന് വെയിലുണ്ട്. അവിടെ ഒരു തല കണ്ടിന്ന് പോവാം. ആദ്യം പോയപ്പോ പണ്ട് കണ്ടപ്പോ ഇപ്പൊ അന്ന് ഇന്നലെ പോകുമ്പോ ഇന്നലെ രാത്രി ഞങ്ങളൊക്കെ പോയതിനു ശേഷം ഇവനെ കഥ പറയുന്നു. ഇന്നലെ മുമ്പ് കണ്ടത് ഞാൻ പിന്നെ ഇറക്കി ആ കാട്ടുകൂടെ പോണ നേരത്തെ കഥ പറഞ്ഞു ആ ഇട്ടത്ത് ഇവനെ ഇറക്കി റിട്ടേൺ വന്നതും ഇങ്ങനെ പോണ ഞാൻ എൻ്റെ ഫ്രണ്ട് ഒരു സാധനം ഒറ്റ പാസിങ് ഞാൻ വണ്ടി എടുത്ത് നോക്കി ഒരു വിലക്കിനും കാണാനില്ല. അതേ സ്ഥലത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പതുക്കെ പോയിക്കൂടെ. ഇത് ഇങ്ങനെ പോക്ക്. അമ്പലപ്പടി പോണ ഡെയിലി രാത്രി പോണ ആൾക്കാര് നോട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. എവിടെ നമ്മുടെ ജയിലിൻ്റെ അവിടെ ആൾക്കാരില്ലേ ഒന്ന് കേട്ടത് ഇതിനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് രാത്രി എന്തോ കണ്ടു എന്ന് പറഞ്ഞിട്ട്. അത് ഫേക്കാക്കരം. രാഹുലിന്റെ ഏരിയയിൽ ഇങ്ങനത്തെ ജിന്ന് പ്രശ്നം ഇല്ല. കറുത്തച്ഛനോട്ട് അങ്ങനെ എന്തെങ്കിലും ഇല്ല, ഇതുവരെ ഇല്ല. ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു വട്ടം അത് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ബൈക്കിൽ പോകുമ്പോ വീട്ടിലെന്താ യക്ഷിയുടെ ശല്യം. എന്ത് സൗണ്ട് കിട്ടിയിരുന്നു ചെലങ്ങയുടെ. നാഗവല്ലി. വീട്ടിൽ നിന്ന് എല്ലാവരും പഠിച്ചു. പിറ്റേ ദിവസം കൊണ്ട് വീട്ടിൽ നിന്ന് താമസം മാറ്റി തറവാട്ട് പോയിരുന്നു. ഫുൾ വീട് ക്ലീൻ ചെയ്തിട്ട് തറവാട്ട് പോയെന്ന്. വീട് ഇറങ്ങി പൂട്ടിയിട്ട് തറവാട്ട് പോയി. അന്ന് രാത്രി തന്നെ. പിറ്റേ ദിവസം രാവിലെ ഉറങ്ങി നീച്ചിട്ട് ഈ ഒരു കാരണം കൊണ്ട് വീട് വിറ്റു. ഫിനാൻഷ്യൽ കാര്യം. അയ്യോ ഗൈസ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കും. എവിടുന്നെങ്കിലും ഇതേപോലെ ജിന്നിനെ കണ്ട എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. അമ്പാന്റെ കുട്ടി എവിടെ കണ്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്പാനാറിഞ്ഞിട്ട് അങ്ങനെ ഇട്ടു. കുട്ടി കണ്ട കഥ പറഞ്ഞേ. കുട്ടി കണ്ടതൊന്നുമല്ല. കുട്ടി കണ്ടിട്ടൊന്നുമില്ല. കുട്ടി നമ്മ ഇന്നൊക്കെ കണ്ടിട്ടുണ്ടാവുക. വേറെ ആയിരുന്നില്ല. ഇന്ന ആ മുക്കുന്ന പറഞ്ഞാൽ കണ്ടിട്ട് രാത്രി ഇന്നെ കണ്ടതാക്കാരാ. അതിന്റെ ക്ലാസ്സിൽ മാത്രം അമ്പാനെ സമീപിക്കാന്ന്. ഒച്ചല്ലാത്ത വണ്ടി കൊണ്ട് വരുന്നുണ്ട്. ഓ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ ബുള്ളറ്റ് കൊണ്ട് രാത്രി കാണാൻ വേണ്ടിട്ട് തോളുന്ന അജു വന്നില്ലേ. ലാസ്റ്റ് തോളു അജു വന്നില്ലേ. വന്നേ അത് നാട്ടുകാര് മൊത്തം അറിഞ്ഞു. അയ്യോ വേറെ അങ്ങനത്തെ കഥകളൊന്നും ഇല്ലടാ. രാഹുൽ വളരെ നീറ്റ് ആൻഡ് ഇന്നസെന്റ് ആണ്. അതെ നമുക്ക് എന്ത് പണി. ആ ഫോണൊന്ന് കാണിച്ചു തരുമോ? ഇൻസ്റ്റാഗ്രാമിലെ ഫസ്റ്റ് ചാറ്റ്. സാധനം എത്തിയിട്ടില്ല. ഡെലിവറി ഐഡി അടിച്ചു. ക്ലച്ചസിന്റെ അല്ല, താങ്കളുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള പേജ്.
കാണിക്കില്ല. അത് കാണിക്കില്ല സത്യം. അത് ഒഫീഷ്യൽ കാര്യങ്ങളാണ്, അതൊന്നും കാണിക്കാൻ പറ്റില്ല. അതെ, പ്രൈവസി. പ്രൈവസി പൂച്ചനെ കാണിച്ചു തരാം. ഇതുമൊക്കെ വെച്ചു പൊട്ടിക്കഴിഞ്ഞാല് ശോനെ അവിടെ വെച്ചോ അപ്പുറത്ത്. ഇമ്മാന്റെ പണി കഴിഞ്ഞോന്ന് പറയൂ. മമ്മി വ്ളോഗിൽ നിന്ന് തന്നെ. മമ്മിയെ കുറച്ച് കഴിഞ്ഞിട്ട് പരിചയപ്പെടുത്താം. മമ്മി കുറച്ച് ബിസിയാണ്, കിച്ചണിൽ പണികളിലൊക്കെ ബിസിയാണ്. മമ്മി ഈസ് ലൈക്ക് എൻ ഇൻട്രോവേർട്ട് അല്ല, അടുത്ത് സംസാരിക്കാത്തൊരു അയ്യോ മമ്മീജി കിച്ചൺ ക്ലോസ് ചെയ്ത്. ഉറങ്ങി. നമ്മളുടെ കുട്ടി തിരിഞ്ഞ് പോയതാ. സുന്ദരി ഗൈസ്, പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് പാല് കൊടുക്കണോണ്ട് അതുകൊണ്ട് അവൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്. ഭയങ്കര പൊസസീവ്നെസ് ആയിട്ടിരിക്കുന്നുണ്ട്. കുട്ടികളെ തൊട്ട് കഴിഞ്ഞാൽ അവൾക്ക് മറിഞ്ഞ് കിടന്ന് പാല് കുടിക്കുകയാണ് ഗൈസ്. ഹലോ സുഗു, നോക്കടാ ചെറിയ ചെവി. ഓൾക്ക് പറ്റണില്ല, നോട്ടുണ്ട്. കാലും കൂടി കാട്ടൊക്കെ. കണ്ണ് തുറന്നിട്ടില്ലടാ പാവം. ഇപ്പം ഭീകരന കേട്ടോ, സ്കില്ലുണ്ട്. മറിഞ്ഞ് കിടന്നൊക്കെ പാൽ കുടിക്കണത്. നല്ല വിരിപ്പൊക്കെ വിരിച്ച് ബോക്സിലൊക്കെ ആക്കിയിട്ട് പുള്ളിക്കാരിനെ കടത്തിയതാണ്. പക്ഷെ അവിടെ ഒന്നും പ്രസവിക്കാതെ പുള്ളിക്കാരി വന്നത് മമ്മീജിയുടെ കിച്ചൻ്റെ മറ്റെന്താ അടിയിൽ മറ്റേ പാത്രങ്ങളൊക്കെ വെക്കണ അതിൻ്റെ ഏറ്റവും അടിയിൽ വന്നിട്ട് കടന്നിട്ടാണ് പുള്ളിക്കാരി പ്രസവിച്ചത്. ഞങ്ങൾ ഭയങ്കര എന്താ താഴേക്കിടയിലുള്ള ആളുകൾ. അയ്യോ കുട്ടീനെ ചവിട്ടി. മൂന്ന് കുട്ടികളോളമാതിരി തന്നെ. അയ്യോ സോറി. ഓ പാവം സുന്ദരി. ആദ്യം കുറച്ചൊക്കെ നമ്മീ പുള്ളിക്കാരി ഭയങ്കര ദേഷ്യമാണ് തോന്നുന്നു. കുട്ടീനെ എന്തെങ്കിലും കാട്ടാൻ വന്നാന്ന് വിചാരിച്ചിട്ടാണ് പാവം. അയ്യോ കിടന്നോട്ടെ. പുള്ളിക്കാരി ഭയങ്കര ദേഷ്യത്തിനാണ്. നമ്മൾ കൊടുത്ത സാധനമൊന്നും തിന്നുന്നില്ല, ഒക്കെ റിജക്റ്റ് ചെയ്യുന്നു. മൂഡ് വേറെയാണ്. സാമ്പാൻ്റെ ഒരു കഥയും കൂടി ഉണ്ട്, വിചരമ്പിച്ചൊരു കഥ. സോറി, കഥയല്ല, റിയൽ സ്റ്റോറിയാണ്. എന്താ ക്ലബ്ബിന്റെ ടർഫ് അറിയില്ല നമ്മുടെ കാഞ്ഞിരത്തെ, ഇവിടുത്തെ നമ്മളെ ഒന്നാം വലിയ ചങ്ങലേരി. അവിടെ ഞാനാ നോക്കിയ ടർഫ്. ആ ടർഫ് പണിന് മുമ്പ് ആ സ്ഥലം എന്ന് പറയുമ്പോൾ ഈ ഷവപ്പറമ്പായിരുന്നു. പണ്ടത്തെ ആൾക്കാരെ കുളിച്ചിട്ട് സ്ഥലമാണത് ഷവപ്പറമ്പ്. മറ്റേ സെമിത്തേരി എന്ന് പറയും പണ്ടത്തെ ആൾക്കാർ, ഹിന്ദുക്കളൊക്കെ എന്ന് പറയുമല്ലോ. ചോടല്ല, ഈ ഭരണിയിലിട്ടിട്ട് കാട്ടില്ല. അപ്പം അതാണ് ടർഫ് പണിയാൻ വേണ്ടി മാന്തിയപ്പോൾ തന്നെ 2-3 ഷവപ്പ് ഇത് കിട്ടിയതാണ്. ഇത് അസ്ഥി സാധനങ്ങളൊക്കെ ഒന്ന് കിട്ടിയത് കുറേ കിട്ടിയതാണ്. അതിട്ട് മാറ്റി നിരത്തി ടർഫ് പൊക്കിച്ചു. ഞാൻ നിൽക്കുന്ന മുമ്പ് 2 സ്റ്റാഫുകളോടെ നിന്നിക്കണം. ഒരൊന്നും നിന്നിട്ടില്ല, എല്ലാവരും നിർത്തിപ്പോരിയൊന്നും. എന്നിട്ട് ഞാൻ നിന്ന അവിടെ. ഞാൻ നിൽക്കാൻ പിന്നെ ഇത് പ്രത്യേകം പറഞ്ഞ ഒന്ന കാര്യമുള്ളൂ. നൈറ്റ് കളി കഴിഞ്ഞാൽ കളിക്കാരെ പിന്നാലെ തന്നെ ഇച്ച് പോയിക്കോ. ബില്ലും കാര്യങ്ങളും ബാക്കി ക്ലോസിങ് കാര്യങ്ങളും രാവിലെ കിട്ടാൽ മതി. നൈറ്റ് അവിടെ നിൽക്കണ്ടെന്ന് പറയലിൻ്റെ. കളി കഴിഞ്ഞ് കളിക്കാരെ പിന്നാലെ ഇറങ്ങിക്കോ. നൈറ്റ് ഒരു 1 മണി 2 മണി ടർഫല്ലേ, 2 മണി 1:45 വരെയൊക്കെ കളി ഉണ്ടാവുമല്ലോ.
അത് കഴിഞ്ഞാൽ കളിക്കാർ പിന്നെ തന്നെ ഇറങ്ങിക്കും, ഒരിക്കലും അവിടെ നിൽക്കരുതെന്ന് പറഞ്ഞു. ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കളിക്കാം. പിന്നെ ഡെയിലി നിന്ന് ഞാൻ ഓഫീസ് റൂമിൽ നിൽക്കുകയാണ്. നമ്മൾ സംഭവം ഓഫീസ് റൂമിൽ നിന്ന് പറയുമ്പോൾ പുറത്തത് കാണില്ല. നൈറ്റ് ആയതിന് കൂളിംഗ് ഒട്ടിച്ചില്ല, പുറത്ത് കാണില്ല. രാവിലെ എനിക്ക് കാണും, പുറത്തിട്ട് ഉള്ളിൽ കാണും, ഉള്ളിൽ കാണില്ല. അങ്ങനത്തെ ടൈപ്പാണ് ഗ്ലാസിങ്ങൊക്കെ. ഞാൻ ഓഫീസിലിരിക്കും ഒരു 12 മണിയൊക്കെ കളിക്കാരൊക്കെ പോയി. ഞാൻ കുറച്ച് നിന്നു. രാവിലേക്ക് ബില്ല് ക്ലോസ് ചെയ്യാൻ നേരത്തെ വരണ്ടല്ലോ, ഇപ്പോൾ ക്ലോസ് ചെയ്ത് പോയി രാവിലെ എഴുതിയിട്ട് വന്നാൽ മതിയല്ലോ. മൈൻഡിൽ നിന്നു. ഞാൻ ഇങ്ങനെ ഓഫീസിൽ നിൽക്കും, ബാക്കിൽ നിന്ന് ഈ ഗ്ലാസ്സിന് തട്ടുന്നുണ്ട്. ഞാൻ തട്ടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്, അത് ഡോർമിൽ തട്ടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്, എന്തൊക്കെ തട്ടുണ്ട്. ഞാൻ വിചാരിച്ചു വേറെ എന്തില്ല, പിന്നെ ഈ തട്ട് സൗണ്ട് കേൾക്കുന്നുണ്ട്. ഞാൻ ക്യാമറയിൽ നോക്കി, ക്യാമറയിൽ കളിക്കും കാണാനല്ല. വാതിൽ തുറന്നു, ഇറങ്ങി നോക്കി, ബാക്ക്കൂടെയൊക്കെ നോക്കി, ഒന്നുമില്ല. പിന്നെ എൻ്റെ ഓഫീസിൽ തന്നെ വന്ന് ഇരുന്നു. പിന്നെ ഈ സാധനം ഇങ്ങനെ സൗണ്ട് നിൽക്കണില്ല, ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കമ്പനിക്കാരനെ വിളിച്ചു. പുറത്തേക്ക് ഇറങ്ങി പേടിയായി. ചെങ്ങനെ മുമ്പത്തെ ഒരു പുറത്തേക്ക് കയ്യും കാര്യം ആരുമില്ല. ക്യാമറ നോക്കി മാറി സൗണ്ട് കേട്ടുകൊണ്ട് തന്നെ, സൗണ്ട് കൂടിക്കൊണ്ട് തന്നെ ഞാൻ അകത്തുനിന്ന് ഡോറ് ക്ലോസ് ചെയ്തു. ഈ കമ്പനിക്കാരനെ വിളിച്ചു, ഇത് വേഗം ബാച്ച് നടക്കണില്ല എന്ന് പറഞ്ഞു. തോം വേഗം വന്നു. വേഗം വന്നിട്ട് എന്നെ എടുത്ത് ഞാൻ വന്നിട്ട് ഹോൺ അടിച്ചു. അപ്പം തന്നെ വേഗം അതിൽ തുറന്നു. സാധനം എടുത്ത് ഞാൻ ഒരു വണ്ടി കയറി ടർഫ് ക്ലോസ് വേഗം പോയി, വീട്ടിൽ പോയി. രാവിലെ വന്നിട്ട് ഇതിൻ്റെ ആളുണ്ട്, ടർഫിൻ്റെ ഓണറുണ്ട്, ഒലിക്കാൻ വിളിച്ചു. ഇങ്ങനെ സംഭവം നടന്നപ്പോൾ എന്താ പ്രശ്നം ഇതിൻ്റെ പറഞ്ഞു. അതിനകത്ത് പറഞ്ഞാൽ അവിടെ നിൽക്കരുതെന്ന്. കാരണം ഇവിടെ കുറച്ച് മുമ്പ് ഇതിന് മുന്നേ ഒന്ന് സ്റ്റാഫുകൾ ഇപ്പോൾ എന്തൊക്കെ കണ്ടുപോകും, കുറേ പ്രശ്നം. കാരണം പിന്നെ ഇതിന് മുമ്പ് പെയിൻറ്റിങ് അടിക്കാൻ വേണ്ടിയിട്ട് ടീംസോടെ നിർത്തിയിരുന്നു. 1 മണി 2 മണിക്ക് രാത്രി പണിക്കാരി നിർത്തിയതാണ്. ഓല് കൂടി ഇവിടെ നിന്നിട്ടില്ല, എന്തൊക്കെ കണ്ട് പേടിച്ച് സൗണ്ടൊക്കെ കേട്ട് നിർത്തി പോയിക്കാണ്. അതാണ് പറയല് ഇവിടെ നിൽക്കണം, ഇവിടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടെന്നാണ്. ഇപ്പോഴും അവിടെ സ്റ്റിൽ പ്രശ്നമുണ്ട്. രാത്രി അവിടെ അവിടെ ആരും നിൽക്കും, ആ ഭാഗത്ത് അവിടെ ആരും നിൽക്കും. പോത്തേക്കാവിൻ്റെ ഭാഗത്താണ് ടർഫ് പോകണം. ശരിക്കും ലൊക്കേഷൻ പറഞ്ഞാൽ ആ ഭാഗത്താണ്. ഇപ്പോഴും അവിടെ ആരും നിൽക്കൂല. അതിന് മുമ്പ് ആ ടർഫ് പണിഞ്ഞതിൻ്റെ ബാത്റൂമിൻ്റെ സൈഡിലായിട്ട് ഒരു പെണ്ണ് തൂങ്ങി മരിച്ചിരുന്നു അവിടെ. അതിൻ്റെ റൂമറുണ്ട്. ഇനി ശവപ്പമ്പ് അതിന് കൊണ്ടുള്ള പ്രശ്നങ്ങളും പറയുന്നുണ്ട്. കറക്റ്റ് അവിടെ എന്താണെന്നല്ല, അവിടുത്തെ ചുറ്റുമുള്ള മറ്റേ അയൽവാസികൾക്കൊക്കെ ഇതേ അനുഭവമാണ്. തൊട്ടപ്പുറത്തല്ലേ മറ്റേ LP സ്കൂളൊക്കെ ഉള്ള ആ സ്കൂളിൻ്റെ അവിടെ നൈറ്റ് എന്തൊക്കെ കാണലുണ്ട്. ഇപ്പോൾ ഈ ലൈറ്റിംഗ് ഒക്കെ വന്നുകൊണ്ടാണ് ഇപ്പോൾ ഒന്നവർക്ക് കാണാത്തത്. അതിൻ്റെ മുമ്പ് ഇപ്പം കുറച്ചൊക്കെ മുമ്പ് ലൈറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ. ആ സമയത്ത് അവിടെ ഓരോ സാധനങ്ങൾ കണ്ടെന്ന് പറഞ്ഞാൽ ആ മതിലിൻ്റെ സൈഡിലൊക്കെ നിൽക്കണമായിരിക്കും, ടർഫിൻ്റെ സൈഡിൽ നിന്ന് സൗണ്ട് കേൾക്കണമായിരിക്കും ഉണ്ട്. അവർക്ക് ഭായിമാരൊക്കെ അവിടെ ചെറിയൊരു ഭായിമാർക്ക് കോട്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ നിർത്തി പോയിക്കാണ്. ഇപ്പോൾ ഭായിമാരൊന്നും നിൽക്കുന്നില്ല അവിടെ. ആകെ പ്രശ്നമാണ് അവിടെ. ഭായിമാർ ടർഫിൻ്റെ സൈഡിൻ്റെ ചുടലിൻ്റെ അവിടെ നിന്നിട്ട് വെള്ളടിച്ചു. ഭായിമാർ ഒരു കുപ്പിതൊക്കെ വെള്ളടിച്ചു, ഒക്കെ അവിടെ പൊട്ടിച്ച് കളഞ്ഞു. അന്ന് രാത്രി പോലെ അവിടെ ഉറങ്ങിയിട്ടില്ല. പിറ്റേ ദിവസം പോലെ എല്ലാവരും റൂമൊന്നും അവിടുത്തെ ജോലിയൊന്നും കളഞ്ഞു. അന്ന് ഉറങ്ങിയിട്ടില്ല. ഓരോ ഡോർമ എന്തൊക്കെയാണ് തട്ടിക്കൊണ്ട് നിൽക്കുന്നത്. ഇതൊന്നും ഉറങ്ങിയിട്ടില്ല രാവിലെ വരെ. ഈ പറഞ്ഞ ലൊക്കേഷനിൽ താമസിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ റിയൽ ആയിട്ടുള്ള സംഭവം. അങ്ങനത്തെ ഒരു കാണലുണ്ട്. നമ്മളന്ന് പോത്തേക്കാർ കുളിച്ചാൻ പോയി. ആ റൂട്ട് നല്ല പ്രശ്നമാണ്. പോത്തേക്കാർ റൂട്ടിൽ നിന്ന് കുറേ സാധനങ്ങൾ കണ്ടുപോകും ആ അമ്പലത്തിൻ്റെ അവിടെ നിന്ന്, ആ ഭാഗത്തു നിന്നൊക്കെ ആയിട്ട്. പക്ഷേ ഈ സംഭവം ഞാൻ ഫസ്റ്റ് ടൈം കേൾക്കണേ. ചെറുക്കന്മാരെങ്ങാണ്ട് പോകുമ്പോൾ നമ്മളിത് കാണൂല. ഒറ്റക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുക ചില സമയത്ത്. ഫ്രണ്ട്സായിട്ട് നമ്മൾ ആ മൈൻഡൊന്നും ഉണ്ടാവില്ല നമുക്ക്. അങ്ങനെ അടിച്ചൊളിച്ച് ചിരിച്ച് കളിച്ച് പോകുക. നൈറ്റ് എത്ര മണിയായാലും ഒറ്റക്കൊക്കെ ചില സമയത്ത് ചില റൂട്ട് പോകുമ്പോൾ നോക്കണം. ഇന്നലെ ഞാൻ കണ്ടേനെ പെട്ടെന്ന് ഒറ്റക്ക് പോയെന്നു, പെട്ടെന്ന് കുഞ്ഞിക്ക് ചാടി. എന്താന്ന് ആർക്കും അറിയില്ല. ഞാൻ ഒറ്റക്ക് ഓനെ ഇറക്കിയിട്ട് ഞാൻ റിട്ടേൺ പോകുമ്പോൾ ഇത് കണ്ടത്. ഒറ്റ പാസിങ് എന്താണ് ഇപ്പോഴും ബോധം പോകാനൊക്കെ ബോധം പോയാൽ തീർന്നു. മറ്റെന്താ ഇന്റീരിയർ പണികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഫുള്ള് ചെയ്ത് കഴിഞ്ഞിട്ടില്ല, കുറച്ചൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. വണ്ടികൾ കാണിച്ചു കൊടുക്കും. ഉമ്മർത്ത് കിടക്കുന്ന വണ്ടികൾ, അത് പൊടി തട്ടി സ്റ്റാർട്ട് ആവാതെ കിടക്കുന്ന വണ്ടികൾ. എഞ്ചിനുണ്ട്, ബെൻസിന് വയറിങ്ങിന്റെ എന്തൊക്കെയോ പ്രശ്നം ബെൻസിന്. ഫിനാൻഷ്യൽ ഇഷ്യൂസ്, ദാറ്റ്സ് വൈ സത്യം ഓടാൻ പറ്റാത്തതിന്റെ ഇതാണ് ലൊക്കേഷൻ കണ്ടീഷനാണെന്നുള്ളു. ബാക്കി ഓക്കെയാണ്. അത് കാണണു. വരൂ അമ്പാൻ, കമ്മോൺ. കിച്ചണത്തെ ലൈറ്റ് ഓഫ് ആക്കി ഇടാം, അല്ലെങ്കിൽ ഇനിയിപ്പോൾ സുന്ദരിക്ക് ഭ്രാന്തള കിട്ടി വരും.
അമ്പാനെ പറഞ്ഞതിന് ശേഷം പേടിയാവണുണ്ട് ആ ക്ലബ് അരീനയുടെ ആയിക്കൂടെ പോവാൻ. അവിടെ പ്രേതമുണ്ടോ? ലിറ്ററലി ഞാനും കണ്ടിട്ടില്ല. പ്രേതമുണ്ടോ? രണ്ട് വണ്ടിൻ്റെ ഗൈസ്. പക്ഷേ ഈ രണ്ടും നേരാക്കണം. നേരാക്കാനുള്ളപ്പോൾ ഫിനാൻഷ്യൽ സാധനം ഇതിലേക്ക് നമ്മൾ മുടക്കുന്നില്ല. നിങ്ങളുടെ അറിവിൽ ബെൻസ് അതുപോലെ ഹോണ്ട സിറ്റി സാധനങ്ങളിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് സെയിൽ ചെയ്യും. നല്ല കരങ്ങളിലെത്തുമ്പോൾ നമ്മളിത് സെയിൽ ചെയ്യും എന്നാണ് എനിക്ക് താല്പര്യം. പക്ഷെ ഇതിൻ്റെ ഓണർ എൻ്റെ കാരണവരായതുകൊണ്ട് മൂപ്പർക്കിത് ആദ്യം എടുത്ത വണ്ടി ആയതുകൊണ്ട് സെയിൽ ചെയ്യാൻ അങ്ങനെ വലിയ താല്പര്യമില്ലായതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഇട്ടിരിക്കണത്. പക്ഷെ പുരാവസ്ഥ വെക്കാനുള്ള പ്ലാനൊന്നും ഇല്ല കേട്ടോ. ചിലപ്പോൾ നേരാക്കും, ചിലപ്പോൾ സെയിൽ ചെയ്യും. ഇതാണ് എൻ്റെ ഓൺ വണ്ടി, എൻ്റെ എല്ലാമായ എൻ്റെ അസീസ് 125. കുറച്ചേ കുടിക്കൂ എന്ന് കമ്പനി പറയും. പക്ഷെ സാധനം അത്യാവശ്യം കുടിക്കലുണ്ട്. പക്ഷെ എന്നാലും ഇവനാണ് പിന്നെ കുടിച്ച് തീർക്കണ ആൾ, നമ്മളുടെ സ്ക്രാമേട്ടൻ്റെ എണ്ണ കഴിയുമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷെ അമ്പാൻ്റെ യൂണിക്കോണാണ് കഴിഞ്ഞത്. ഇതാണ് എൻ്റെ സ്വന്തം, എൻ്റെ ഓൺ പ്രോപ്പർട്ടി, എൻ്റെ അസീസ്. ഇതിൽ ഓടാത്തവരായിട്ട് ഇന്നറിയുന്നവരൊക്കെ എൻ്റെ ഈ വണ്ടി ഓടിയിട്ടുണ്ടാവും. എവിടെയും കൊണ്ടാക്കി നിർത്തുന്നില്ല. എണ്ണ കഴിയാനായി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലുമൊക്കെ പമ്പിലെത്തിച്ചു ഈ സാധനം. ഇതൊക്കെയാണ് വണ്ടികൾ. നമുക്കിപ്പോൾ തൽക്കാലം ഓടാനൊരു കാറുണ്ട്, പിന്നെ ബൈക്ക്. അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട്. മാഷാ അല്ലാഹ്. അങ്ങനെ കഴിഞ്ഞു. കുട്ടീനെ മേബി ഇമ്മ കൊടുക്കുന്നൊക്കെ പറയും. ചിലപ്പോൾ അഞ്ചത്തി വന്നു കഴിഞ്ഞാൽ അനിയത്തിൻ്റെയാണ് പൂച്ച. ഞാനങ്ങനെ വല്ലാതെ നോക്കലൊന്നുമില്ല. ഇപ്പം ഈ പ്രഗ്നൻ്റ് അത് ഇതൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് വാത്സല്യം തോന്നി. അതിനകത്ത് പാവായിട്ട് കുറച്ചും കൂടി കഴിയുമ്പോൾ ബുദ്ധിമുട്ടിക്കോളും. കാരണം ഈ 3 സാധനങ്ങൾ വലുതായി കഴിഞ്ഞാൽ നന്നായിട്ട് ബുദ്ധിമുട്ടും. സുന്ദരിയുടെ അച്ഛൻ മെയ്ഡ് ഇൻ അബ്രോഡാണ്. ഒരു ഫാദർലെസ് ആണ്. എന്താ എൻ്റെ സുന്ദരിക്ക് നല്ലൊരു പേർഷ്യൻ, നല്ലൊരു ഹൈബ്രിഡ് ആയിട്ടുള്ളൊരു സാധനം ഉണ്ട്. മറ്റേ റിംഗ് മാസ്റ്ററിൽ മറ്റേ സാധനം വരൂലേ, അതേമാതിരി ഒരു സാധനം. അതേമാതിരി ഒരു കിൻഡൽ സാധനം ഉണ്ട്. എറണാകുളത്ത് പോയിട്ട് അതിനെ ബ്രീഡ് ചെയ്യിപ്പിച്ചാണ്. ഈ നാടൻ പൂച്ച ഉണ്ടല്ലോ, നാടൻ പൂച്ച ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾ അങ്ങനെ ഉണ്ടാവും. നമ്മള് ക്രോസ് ചെയ്യിപ്പിച്ച എറണാകുളത്ത് പോയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അമ്പാൻ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ല ഈ എങ്ങനെ ക്രോസ് ചെയ്യിപ്പിക്കല? അപ്പൊ ഞാൻ ക്രോസ് അല്ല, കരിമ്പൂച്ച പുറത്തേട്ട് നാടൻ പൂച്ച ഉള്ളപ്പം ലൈൻ അടിച്ചിട്ട് ചാർലിന്റെ ഇടയ്ക്ക്. എന്നിട്ട് ഈ കുട്ടികൾ ഫുള്ള് ഈ പേർഷ്യന്റെ അതേ നേച്ചർ വരും. കുറച്ച് ചെറിയ വ്യത്യാസം വരും. അതിനൊക്കെ ഒരു കൊടുക്കും ആൾക്കാർക്ക്, ബാക്കി ഫണ്ടിന് കൊടുക്കും. എന്റെ ഒരു ആൺപൂച്ചല്ലായിരുന്നു, മണി എന്ന പേര്. ആ കരിമ്പൂച്ച അടിയത്തെ പൂച്ചകൾ. അപ്പം അവിടെ പെറ്റപ്പോണ്ട് ഓന്റെ കളർ മൊത്തം കറുത്തിട്ട് അവിടെ കൊടുത്ത പൂച്ചകളൊക്കെ ഞങ്ങൾ തിന്നാൻ കൊടുക്ക ജോലി ആവട്ടെ. അവസ്ഥ വെച്ചേക്ക മറ്റേ ഇത് നമുക്ക് ആകെ ഒന്നിനെ മാത്രം ആയതുകൊണ്ട് നമ്മള് അവിടെ എന്റെ ഒന്നൊന്നല്ല 5-6 ഒന്നിനെ കുടിച്ചിറക്കി അപ്പുറത്തെ ഇപ്പുറത്തോട് കൂടിയിട്ടുണ്ടാവും. ഇതിനെ ക്രോസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിട്ട് ബെൻസ് കാറിലൊക്കെ കൊണ്ടുപോയിരുന്നത്. പറയതല്ല, ഇലൂഷൻ കാണല. ചിലപ്പോ ഇലൂഷനൊക്കെ ഞാൻ കണ്ടത് ഇങ്ങനെ പോയത്. കാരണം പറഞ്ഞ ടൈമില് ചിലപ്പോ അത് ആലോചിച്ച് പോയപ്പോ ചിലപ്പോ ഇലൂഷൻ കണ്ടാക്കി ഇങ്ങനെ പോയത്. മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട് ഗൈസ്. അപ്പോൾ എല്ലാവരുടെയും കുട്ടിനെ കാണാൻ വന്നതിൽ സന്തോഷം. രണ്ടുപേരുടെയും മദറിൻ ലാ എന്ന് പറയാൻ വരുമായിരുന്നു. മദേഴ്സ് വിളിക്കുന്നുണ്ട്. അപ്പോൾ രാജമാത വിളിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവരും വീട്ടിലേക്ക് ഹാജരാവണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഗൈസ് മഴ തകൃതിയായിട്ടുണ്ട്.
അപ്പോൾ ഗൈസ് ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വ്ളോഗിന് വരുന്നത് വരെ വെയിറ്റ് ചെയ്തിരിക്കുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളെ കമൻറ്റുകൾ അറിയിക്കുക, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ ബൈ.